അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്ന കൂട്ടത്തിലല്ല മഹി. ഇനി അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. നീ പോ അനന്തു. അനന്തു പോ. എടാ, ഇവിടെയുള്ളവർ നമ്മൾ തമ്മിൽ വഴക്കാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതറിയിക്കാതെ നീ പോ. ഇറങ്ങിപ്പോടാ. ശരിടാ. മഹി, നീ ഇത് കുടിച്ച്. എനിക്ക് വേണ്ട ലേഖ. അങ്ങനെ പറഞ്ഞ പറ്റില്ല മഹി. ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്ക്. ലേഖ ഒന്ന് അനന്തോട്ടിനെ വിളിച്ചേ. എന്തിനാ വിളിക്കുന്നേ? അനന്തോട്ടൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? എങ്കിലും പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് അറിയാനൊരു ആകാംക്ഷ. അനന്തോട്ടൻ അവിടെ ചെന്ന കണ്ണിട്ടിനെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ടതല്ലേ? ഇപ്പോഴും അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. ശരി, ഞാനൊന്ന് വിളിക്കാം. ആ, ദേ എത്തി. എന്താ അനന്തേട്ടാ? എന്താന്നറിയില്ല, അവൻ എന്നെ കണ്ടതും വയലന്റായി പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു ഇറങ്ങിപ്പോവാൻ. കാരണം തിരക്കില്ലേ? അവനൊന്നും പറയുന്നില്ല മഹി. അപ്പോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അനന്തേട്ടാ. അങ്ങനെ എനിക്കും തോന്നുന്നു. അമ്മ ഏകന്റെ അച്ഛൻ ചതിച്ചു കാണോ? ഒന്നും അറിയില്ല ലേഖ. കണ്ണന്റെ ഇങ്ങനൊരു മുഖം ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും കണ്ണേട്ട ഞാൻ വിളിച്ച എടുക്കാതിരിക്കില്ലെന്ന്. ഇനി അബദ്ധവശാൽ എടുക്കാതിരുന്ന ഉറപ്പായിട്ടും തിരിച്ചു വിളിക്കും. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണിട്ട് നടന്നതൊക്കെ അറിഞ്ഞാണെന്നാ തോന്നുന്നേ. അയാളെ വിശ്വസിക്കാൻ പറ്റില്ല അനന്തേട്ടാ. മഹിയും കണ്ണിട്ടനും തമ്മിൽ തെറ്റിക്കാൻ ഒരു മാർഗം ഒത്തുവന്നാ ഉറപ്പായിട്ടും അയാൾ എന്തും ചെയ്യും. അവിടെ ചെന്നപ്പോ കണ്ണിട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ ഉൾപ്പെടെ എല്ലാരും ചതിയന്മാരാന്ന് പറഞ്ഞത്. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു. മഹി, എന്തായാലും മഹി പെട്ടെന്ന് അവന് മുന്നോട്ടൊന്നും പോകണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. എനിക്ക് കാണണം എന്റെ കണ്ണിട്ടിനെ. അതുകൊണ്ട് നാളെ ഞാൻ ഉറപ്പായിട്ട് ഓഫീസിലേക്ക് ഫിനാൻസിലേക്ക് പോവാ. അവിടെ കണ്ണിട്ടൻ വരികയാണെങ്കിൽ എന്താ മനസ്സിലെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ.
കണ്ണേട്ടാ പറ്റിയത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്നോടൊന്ന് സംസാരിച്ചൂടെ? ഞാൻ വിളിക്കുമ്പോ ഫോണൊന്നും എടുത്തൂടെ? എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. അതെന്താ അങ്ങനെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? തെറ്റ് ചെയ്ത ഞാനാ. പലരെ അമിതമായിട്ട് വിശ്വസിച്ചു. അവിടെ എനിക്ക് പാളിപ്പോയി. കണ്ണേട്ട, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ പുഞ്ചിരിയോടെ ഞാൻ നേരിട്ടു. എന്നാ കണ്ണേട്ടൻ ചെറുതായൊന്ന് പിണങ്ങുന്നത്, ഒന്ന് മിണ്ടാതെ മാറി നിൽക്കുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ പലതും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് താനിപ്പോ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോണം. എന്നോട് മാത്രമല്ലല്ലോ, അനന്തു ഏട്ടനോട് ലേഖയോട് ഒക്കെ ഇപ്പൊ ദേഷ്യമല്ലേ? എന്നോട് തന്നെ എനിക്കിപ്പോ ദേഷ്യോ, തീർത്താ തീരാത്ത പകയാ. ശരിക്കും പറഞ്ഞാ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ എനിക്കിപ്പോ തോന്നുക. കണ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇനിയൊന്നും കുത്തി കുത്തി ചോദിക്കണ്ട. വിശ്വസിച്ചവരെല്ലാവരും എന്നെ വഞ്ചിച്ചു. ഇനി താൻ വിട്ടിരുന്ന ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. അതുകൊണ്ടാ പറഞ്ഞത് എഴുന്നേറ്റ് പോവാൻ. ആരുടെയും കണ്ണീര് എനിക്ക് കാണണ്ട. ആ കണ്ണീരിൽ പോലും ഉണ്ട് ചതി. എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവാനാ ഞാൻ പറഞ്ഞത്. എന്നോട് തന്നെ എനിക്കിപ്പോ ദേഷ്യോ, തീർത്താ തീരാത്ത പകയാ. ശരിക്കും പറഞ്ഞാ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ എനിക്കിപ്പോ തോന്നുക. വിശ്വസിച്ചവരെല്ലാവരും എന്നെ വഞ്ചിച്ചു. ഇനി താൻ വിട്ടിരുന്ന ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. എന്തായി? എന്താ പറ്റിയേ? എന്താ? ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലാ കണ്ണേട്ടൻ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ? അവിടെ ചെന്നപ്പോ അവൻ നന്നായിട്ട് ഫയർ ചെയ്തെന്നാ തോന്നുന്നത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, പോയി ചോദിക്കണ്ടേ? ഞാൻ അവന്റെ മുന്നിലേക്കില്ല. ഞാൻ പൊക്കോളാം. അവൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞെന്ന കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ ഈ രീതിയിൽ അവൻ പ്രതികരിക്കില്ല. അങ്ങനെങ്കി അതൊന്ന് ചോദിച്ചൂടെ, പറഞ്ഞൂടെ? കണ്ണേട്ടന്റെ അമ്മാവൻ ചതിച്ചു കാണും. അയാള് തന്നെയായിരിക്കും എല്ലാം പറഞ്ഞത്. അയാൾ പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ ബലമായ സംശയം
പ്രതാപൻ കണ്ണന് ഫോൺ ചെയ്തു എന്നാ. പിന്നെ നമ്മൾ ചടങ്ങ് സമയത്ത് കഴിച്ചുകൂട്ടിയ സംഭവങ്ങളൊക്കെ കണ്ണന് സംശയം ഉണ്ടാക്കിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് 7-ാം മാസം മഹി പുറപ്പെട്ടപ്പോൾ കൂടെ വരണമെന്ന് അവൻ വാശി പിടിച്ചത്. അങ്ങനെ ഒരു സംശയം അവൻ്റെ ഉള്ളിൽ കടന്നാൽ അതിനുള്ള കാരണം കണ്ടെത്താൻ അവൻ ശ്രമിക്കും. ആ ശ്രമത്തിനൊടുവിൽ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുന്നു തന്നെയാണ് എൻ്റെ സംശയം. ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതേപ്പറ്റി ചോദിക്കാനും പറ്റില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും ഈ അവസ്ഥയിലുള്ള മഹിയെ ഇങ്ങനെ കരയിക്കുന്നത് ശരിയല്ല. നമ്മൾ ചെറിയൊരു വേദന പോലും കൊടുക്കാറില്ല. ഇവിടെ വന്ന ശേഷം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ ഞാൻ മഹിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോ അതിനേക്കാളും സ്വന്തം ഭാര്യ കെയർ ചെയ്യേണ്ട ആളാ ഈ രീതിയിൽ പെരുമാറുന്നത്. അതറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല അനന്തേട്ടാ. അവനെ പോയി കണ്ടിട്ട് കാര്യമില്ല. പലപ്പോഴുള്ള അവൻ്റെ സംസാരം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആയിക്കോട്ടെ, എന്നാലും എല്ലാവരും ചേർന്ന് ശല്യപ്പെടുത്തുമ്പോഴെങ്കിലും സഹികെട്ട് ഉള്ളിലുള്ളത് എന്താണെന്നെങ്കിലും പറയുമല്ലോ. പ്രതാപൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ തന്നെ അയാളെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇടേണ്ടതായിരുന്നു. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊന്ന് കണ്ണേട്ടനെ കണ്ടിട്ട് വരാം. എന്നാ ശരി. എന്താ കണ്ണേട്ടന് പറ്റിയത്? മഹി വീട്ടിൽ വന്ന ശേഷം ഒരേ കരച്ചിലായിരുന്നു. ഇപ്പോഴത്തെ മഹിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ? നിന്നോടൊന്നും എനിക്ക് സംസാരിക്കാനില്ല. നിന്റെ ഭർത്താവ് വീട്ടിൽ വന്നല്ലോ. അപ്പൊ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. കടന്നു പോ നോക്ക്. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ഇതിനു മാത്രം മഹി എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്കറിയണം. പറയാൻ മനസ്സിലെങ്കിലോ? മഹിയോടെന്ന പോലെ നിന്നോടും അനന്തുവിനോടും ഒക്കെ എനിക്ക് ദേഷ്യമുണ്ട്. നിന്നെയൊക്കെ കാണുമ്പോൾ അത് കൂടിക്കൂടി വരിക. കണ്ണേട്ടൻ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ. അതിനുള്ള അവകാശം കണ്ണേട്ടനുണ്ട്. ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല, അനന്തോട്ടം പോലും. എങ്കിലും തല്ലുമ്പോഴും അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവണം. വ്യക്തമായ കാരണമില്ലാതെ ഞാൻ ആരെയും തള്ളിക്കളയാറില്ല. ആരോടും പരുഷമായി സംസാരിക്കാറുമില്ല, പെരുമാറാറുമില്ല. അത് നിനക്കും അനന്തുവിനൊക്കെ നന്നായിട്ട് അറിയാം. അറിയാം. അതുകൊണ്ടാണ് എന്താ കാരണം എന്ന് ചോദിക്കുന്നത്. അതേപ്പറ്റി പറയാൻ എനിക്കിപ്പോ മനസ്സില്ല. നീ എത്ര കടന്ന് ചോദിച്ചാലും നിനക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടാനും പോകുന്നില്ല. ആയിക്കോട്ടെ, പക്ഷേ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാ കണ്ണേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന. ആ കുഞ്ഞിന് വേണ്ടി ആറ്റുനോറ്റിരിക്കുന്നത് മഹി മാത്രമല്ല, ഞാനും അനന്തോട്ടനും ഒക്കെ അങ്ങനെ തന്നെയാ. കണ്ണേട്ടനും സ്വന്തം കുഞ്ഞിന് ദോഷം വരരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില്. അങ്ങനെയുള്ള ഒരാള് ഈ രീതിയിൽ മാറിയത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചില സംശയങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷെ കണ്ണേട്ടൻ ഇങ്ങോട്ട് അതേപറ്റിയൊന്നും പറയാത്തതുകൊണ്ടാ ചോദിക്കാത്തത്. ഇപ്പോഴെനിക്ക് നിന്നെ മഹിയെ അനന്തുവിനെയൊക്കെ കാണുന്നതാ ഏറ്റവും കൂടുതൽ ദേഷ്യം. നിങ്ങൾ ആരും എന്റെ കാഴ്ചക്ക് പിടിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മുമ്പിലേക്ക് വരരുത്. തൽക്കാലം നിങ്ങളെയൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനി പെട്ടെന്നൊന്നും കഴിയുമെന്നും തോന്നുന്നില്ല. അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ ഈ സമയത്ത് ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല കണ്ണേട്ടാ. നാളെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ ഞാനും അനന്തോട്ടനെന്നൊക്കെ പറഞ്ഞല്ലോ. അതിപ്പോ പറയേണ്ട കാര്യമില്ല. ജീവിതത്തിൽ എന്ത് തെറ്റ് മഹി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അതിന് മാത്രം തെറ്റൊന്നും മഹി ചെയ്തിട്ടില്ല.
ഇങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പിന്നെ കണ്ണിട്ട് മാത്രം എന്തിനാ ഇങ്ങനെ മുഖം കൊടുക്കാതെ നടക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധമില്ലാത്തവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്? ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഓരോരോ ദേഷ്യം കാട്ടിയിട്ട് നാളെ മാറിയിരുന്ന് കരയരുത്. കണ്ണേട്ടന്റെ അച്ഛൻ മരിച്ചതിന്റെ കണ്ണീര് ഇന്ന് വരെ തോർന്നിട്ടില്ല. അത് ഓർമ്മ വേണം. ഇറങ്ങി പോടി. പോവാനല്ലേ നിന്നോട് പറഞ്ഞത്? ഓടി ഇറങ്ങി. എന്തൊക്കെയോ പൊട്ടിത്തെറികളുണ്ട് അമ്മാവ. കമലേശ്വരത്തെ വല്യേട്ടൻ എന്തൊക്കെയോ അറിഞ്ഞെന്ന് എനിക്ക് സംശയമുണ്ട്. അറിഞ്ഞാൽ അവൻ ശരിക്കും വയലന്റ് ആയേനെ. അങ്ങനെ വയലന്റ് ആകുന്നവരല്ലോ ഇവിടെ ഉള്ളവര്. എല്ലാം മനസ്സിൽ വെച്ചോണ്ട് നടന്നിട്ട് ഏതെങ്കിലും ഒരു നിമിഷം പൊട്ടിത്തെറിക്കുന്നവരല്ലേ. ഇപ്പൊ തന്നെ കഴിഞ്ഞ വിഷു വരെ അയാൾ എത്ര നന്നായിട്ട് അഭിനയിച്ചത്. ഉണ്ണിയേട്ടൻ അയാളെ സംശയിച്ചു എന്നല്ലാതെ ഞങ്ങൾക്കാർക്കും അയാളെ പിടി തന്നില്ല. ഒരു വാക്കുണ്ടോ നോക്കുണ്ടോ അയാളെ സംശയിക്കാനും പറ്റിയില്ല. അതൊക്കെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞില്ലേ മോളെ. മോളുടെ അച്ഛൻ അവനാണ് വിശ്വനാഥനെ കൊന്നെന്ന് പറഞ്ഞതിനുപരി എന്റെ പേരും വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ കുടുങ്ങിയത് തന്നെ. പിന്നെ പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും ഒക്കെ സ്വപ്നം കണ്ടോണ്ട് നടന്നാ മതി. കണ്ണൻ അവനെ വെറുതെ വിടില്ല. എന്റെ മോളെ 10-20 വർഷം മുമ്പ് കൊടുത്ത കൊട്ടേഷനാ. അതിപ്പോ 10 വിടർത്തി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇനിയിപ്പോ അതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വബോധത്തോടെ ആണെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയില്ലല്ലോ. ഇത് മരിച്ച ആളിന്റെ ആത്മാവ് അച്ഛന്റെ ശരീരത്തിൽ കയറിയിരുന്ന് പറയിപ്പിക്കുമല്ലേ. അയ്യോ, ഇത് അനന്തു ആണല്ലോ. ഇതിപ്പോ എന്താണോ എന്തോ. ഞാൻ പറഞ്ഞില്ലേ എന്തോ കുഴപ്പമുണ്ട്. ഹലോ മോനെ, അനന്തു മോനെ. നിങ്ങളെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് കാണണം. എന്താ മോനെ? അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. ശരി മോനെ, ഞാൻ ദേ വരുന്നു. അവൻ എന്നെ പെട്ടെന്ന് കാണണമെന്ന്. അതെന്തിനാണോ എന്തോ. കണ്ണേട്ടനെല്ലാം അറിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണത്തില്ല. അമ്മാവൻ പിന്നെ എവിടെ പോകാൻ പോകുന്നു? ഞാൻ നാട് വിട്ട് പോകാൻ പോവാ. കണ്ണനെല്ലാം അറിഞ്ഞെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എവിടെങ്കിലും ഒളിവി പോണം. ഈശ്വര, എന്തൊരു ഗതികേടായത്. മോനെടുത്തോണ്ടുള്ളത് കോമാ സ്റ്റേജിൽ കിടക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഇനി പോലീസുകാരെ മറിഞ്ഞു കിടക്കണം. അങ്ങനെ മറിഞ്ഞു കിടന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എപ്പോഴെങ്കിലും പൊക്കില്ലേ? മോളുടെ അച്ഛനുണ്ടല്ലോ, ജീവിച്ചിരിക്കാൻ പാടില്ല.
ഇനി അവനാ കൊട്ടേഷൻ കൊടുക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ വരുത്തി വെച്ച വിനയ അമ്മാവാ. ആ വിനയ്ക്ക് തുട്ടെണ്ണി വാങ്ങിയതാ അവൻ. എന്നിട്ടാ എന്നോട് ഈ ചതി ചെയ്തത്. അച്ഛനാണോ ഈ ചതി ചെയ്തത്? മരിച്ച ആളല്ലേ? അങ്ങനെ മരിച്ച ആള് ശല്യം ചെയ്യുന്നെങ്കിൽ ആ ബാധ മാറ്റണം. അല്ലാതെ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് നെട്ടോട്ട് ഓടിക്കല്ല വേണ്ടത്.